സ്ഥാപനങ്ങളിലും ബന്ധപ്പെട്ടു വരുന്ന വ്യക്തിയാണ്. മുഖ്യാതിഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ അസോസിയേഷൻ എന്ന് പറയുന്നത് പാമ്പാടി പഞ്ചായത്തിൻ്റെ 13-15 വാർഡുകളിൽ ഉൾപ്പെടുന്ന ഏതാണ്ട് 100 കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു റെസിഡൻസ് അസോസിയേഷനാണ്. ഇതിൻ്റെ പരിധി എന്ന് പറയുന്നത് നമ്മുടെ ഈ റോഡിൻ്റെ നീളം റോഡിൻ്റെ ഉണക്കപ്ലാവ് ജംഗ്ഷൻ മുതൽ കാഞ്ഞിരക്കാട് ജംഗ്ഷൻ വരെയുള്ള റോഡിൻ്റെ ഇരുവശത്തുമുള്ള കുടുംബങ്ങളും അതുപോലെ തന്നെ കാഞ്ഞിരക്കാട് നിന്ന് കൈതമറ്റ ഭാഗം മുഴിപ്പാറ താഴെ വത്തിക്കാനടുത്ത് മാർത്തോമ സൺഡേ സ്കൂൾ കെട്ടിടത്തിൻ്റെ അവിടെ വരെ ഉള്ള റോഡിൻ്റെ ഇരുവശത്തുമുള്ള വീടുകളാണ് നമ്മുടെ അസോസിയേഷൻ്റെ അംഗങ്ങളായിട്ട് വരുന്നത്. ഏതാണ്ട് 100ഓളം കുടുംബങ്ങൾ നമ്മുടെ അസോസിയേഷൻ്റെ അംഗങ്ങളാണ്. വളരെ സജീവമായ പ്രവർത്തനം കഴിഞ്ഞ 8 വർഷക്കാലം നമുക്കിവിടെ നടത്തുന്നതിനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ഞാനിവിടെ വിശദീകരിക്കുന്നതിനായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുകയാണ്. ഇന്നത്തെ മുഖ്യ അതിഥി എൻ്റെ സഹപാഠിയാണ്. ശ്രീല. ഞങ്ങൾ 5ാം ക്ലാസ് മുതൽ പമ്പാടി NGMS സ്കൂളിൽ തുടർന്ന് KG കോളേജിലൊക്കെ ഒന്നിച്ച് പഠിച്ചതാണ് ശ്രീല. ഇപ്പോൾ ശ്രീ ടീച്ചർ പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ബോയ്സ് ഹൈസ്കൂളിൻ്റെ പ്രധാന അധ്യാപികയായിട്ട് പ്രവർത്തിക്കുകയാണ്. അസോസിയേഷൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട രാജു സാറ്, കമ്മിറ്റി അംഗങ്ങളെ, പ്രിയപ്പെട്ട അംഗങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ അസോസിയേഷൻ്റെ 8ാമത്തെ ഓണാഘോഷമാണ് നടക്കുന്നത്. നമുക്കറിയാം, ഈ അസോസിയേഷനിൽ 2 ആഘോഷങ്ങളാണ് നമ്മൾ എല്ലാ വർഷവും നടത്താറുള്ളത്. ഒന്ന് നമ്മുടെ ഓണാഘോഷവും, 2 നമ്മുടെ ജനുവരി നടത്തുന്ന ക്രിസ്മസ് പുതുവത്സര കുടിവരവുമാണ്. മറ്റു ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും നമ്മുടെ അംഗങ്ങൾക്കെല്ലാം ഒന്നിച്ചു കൂടുവാനും അല്പസമയം മറ്റ് പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സന്തോഷിക്കുവാനുള്ള അവസരമായിട്ടാണ് ഈ 2 മീറ്റിംഗുകൾ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ ഓണാഘോഷത്തിൽ എനിക്കേറെ ഇഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ട ജോയിച്ചായൻ്റെ പഴയകാല ഓർമ്മകൾ പറഞ്ഞു എന്നുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞു, പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ വല്യപ്പച്ചന്മാരും വല്യപ്പച്ചന്മാരും ഒക്കെ ഇവിടെ ചെറുപ്പകാലത്തിലെ കാര്യങ്ങൾ കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തിൻ്റെയും അവരുടെ കുടുംബത്തിൻ്റെയും ഒക്കെ ചരിത്രങ്ങൾ അവർ വളർന്നു വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ ഈ തലമുറയിലെ കുഞ്ഞുങ്ങളോട് ഇന്ന് നമുക്ക് മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീല ടീച്ചർ, ഇവിടെ വിദ്യാഭ്യാസ അവാർഡ് വാങ്ങിയിരിക്കുന്നവരും കൊടുക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആദ്യം തന്നെ ഓണം കഴിഞ്ഞെങ്കിലും ഒരു ഓണാശംസകൾ ആശംസിക്കുകയാണ്. ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ലൈവായിട്ട് തന്നെ പരിപാടികളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് നല്ല തിരക്കായിരുന്നു. അപ്പം സ്വാഗതത്തിൽ ഇവിടെ സാറ് പറയുകയുണ്ടായി, ഓണം കഴിഞ്ഞ് 8 ദിവസമായി, അത് ഈ പരിപാടി നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ. പക്ഷേ ഞങ്ങളുടെ ഓണാഘോഷ പരിപാടി ഇതുവരെ തീർന്നില്ല. ഏകദേശം ഇന്നുകൊണ്ടാണ് തീരുന്നത്. അതിൻ്റെ കൂടെ രാവിലെ 2-3 കല്യാണം ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിട്ടൊരു മരണം ഉണ്ടായി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഓണാഘോഷമാണ്. ഓണാഘോഷം, കുറേ ഓണാഘോഷങ്ങളിൽ ഈ വർഷം പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. അതൊരു വലിയ ഭാഗ്യമാണ്. എൻ്റെ സ്കൂളിൽ എൻ്റെ സഹാധ്യാപകർ സുഹൃത്തുക്കളൊക്കെ ചോദിക്കും, ടീച്ചറിൻ്റെ ഓണം ഇതുവരെ തീർന്നില്ലേന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്ന് 14-ാം തീയതി ഞായറാഴ്ച കൊണ്ട് ഓണത്തിൻ്റെ എല്ലാ പരിപാടികളും തീർക്കുകയാണ്. ഇന്ന് 4 ഓണാഘോഷമാണ് ശരിക്കും ഉള്ളത്. ഞങ്ങൾ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു ഓണാഘോഷം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബ്രദർ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ഓണാഘോഷത്തിന് പോയി. 3ാമത്തേതാണിത്. ഇനി നാളെ രാത്രിയിൽ ഒരു YMCA-യുമായി ബന്ധപ്പെട്ട ഓണാഘോഷത്തിലൂടെ പങ്കെടുത്ത് ഈ വർഷത്തെ ഓണാഘോഷത്തിൻ്റെ കലാശക്കൊട്ടാണ് ഇപ്പോൾ ഇന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓണം എന്ന് പറയുന്നത് ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും പരസ്പര സഹവർത്തിത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു കൂടിച്ചേരലാണ്.
നമ്മുടെ നാട് നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഓണപ്പാട്ടുണ്ട്. മാവേലി നാടുവാണിടും കാലം. ഇതിന്റെ ബാക്കി എന്താണ് മക്കളെ? ബാക്കി കൂടെ പാടിക്കേ. പിന്നെ ഇങ്ങനെ തുടങ്ങുന്ന ഈ ഓണപ്പാട്ട് നിങ്ങളൊന്ന് ആലോചിച്ചേ. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ താമസിക്കുകയാണ് അല്ലേ? ബാലമരണങ്ങളൊന്നും കേൾക്കാനില്ല എന്നൊക്കെ അതിന്റെ ബാക്കിയുണ്ട്. അങ്ങനെ എല്ലാവർക്കും സുഖം, എല്ലാവർക്കും സന്തോഷം. ഇവിടെ കള്ളങ്ങളില്ല, പോലീസുകാരില്ല, ഒന്നുമില്ല. കള്ളപ്പറയില്ല, ചെറുനാഴിയില്ല. ഇത് ശരിക്കും നടക്കുന്ന കാര്യമാണോ? ഇങ്ങനെ ഒരു കാലം നടക്കുന്നതാണോ? നടക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മലയാളിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കാൻ സാധിക്കും. നാളെ ഇത് വരാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതാണ് മലയാളിയുടെ ഒരു ആർജവമാണത്. മലയാളിയുടെ മനസ്സിന്റെ ഒരു വലുപ്പമാണത്. ശരിയല്ലേ? കമ്മ്യൂണിസത്തിന്റെ അല്ലെ സോഷ്യലിസത്തിന്റെ ഏറ്റവും വലിയ ഒരു ചിന്തയാണ് എല്ലാവരും ഒരുപോലെ ആവുക എന്നുള്ളത്. അങ്ങനെ ഒരുപോലെ ആകും എന്നത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്നറിയാമായിട്ട് കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ഇന്ന് അങ്ങനെയാണ് എന്ന് സങ്കല്പിക്കുകയും ചെയ്യുകയാണ്. അതാണ് മനുഷ്യന്റെ അല്ലെങ്കിൽ മലയാളിയുടെ ഏറ്റവും നല്ല സ്വഭാവവും ഏറ്റവും നല്ല ചിന്തയും. അങ്ങനെ നമുക്ക് മലയാളിക്ക് തന്നെ ഒരു കയ്യടി കൊടുക്കാം. അപ്പോ അതൊരു കാര്യം. പിന്നെ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലാണോ ആദ്യം ഓണം ആഘോഷിച്ചത് എന്നൊക്കെ പല തർക്കങ്ങളും ചിന്തകളും പഠനങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും ഇപ്പോ ഓണം എന്ന് പറയുന്നത് ലോകത്ത് മൊത്തം ആഘോഷിക്കുന്ന ഒരു വലിയൊരു മുഴുവനുള്ള ഒരു ആഘോഷമായിട്ട് ഓണത്തെ നമുക്ക് കാണാൻ പറ്റും. കാരണം മലയാളി ഉള്ളിടത്തെല്ലാം ഓണമുണ്ട്. നമ്മളിവിടെ ആഘോഷിക്കുന്നതിനേക്കാൾ ഏറെ മനോഹരമായിട്ട് മറ്റ് രാജ്യങ്ങളിൽ, മറ്റ് ഭൂഖണ്ഡങ്ങളിലൊക്കെ ഓണം ആഘോഷിക്കുന്നു. മറ്റ് രാജ്യങ്ങളിലെ പല ഓണാഘോഷ പരിപാടികളും കാരണം നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാതെ നമുക്ക് ചിന്തിക്കത്തക്ക രീതിയിലുള്ള അത്രയും ഹൃദയസ്പർശിയായിട്ടുള്ള നമ്മുടെ കുട്ടികളെല്ലാം ലോകം മുഴുവൻ ഉണ്ടല്ലോ. നാട്ടിലല്ലേ കുട്ടികൾ കുറഞ്ഞു പോകുന്നത്. അപ്പോൾ ലോകം മുഴുവൻ അതിമനോഹരമായിട്ട് ആഘോഷിക്കപ്പെടുന്ന ഒരു ആഘോഷമാണ് ഈ ഓണം എന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ആരെയാണ് വരവേൽക്കുന്നത്? നമുക്കറിയാവോ? മാവേലിയെ നമ്മൾ വരവേൽക്കുന്നു. അല്ലെങ്കിൽ മഹാബലി എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണ്? അദ്ദേഹം ചവിട്ടി താഴ്ത്തപ്പെടുകയാണ് ഉണ്ടായത് അല്ലേ? എങ്ങോട്ട് ചവിട്ടി താഴ്ത്തി? പാതാളത്തിലേക്ക്, മണ്ണിനടിയിലേക്ക് അല്ലേ? പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടു. എന്തുകൊണ്ട് ചവിട്ടി താഴ്ത്തപ്പെട്ടു? ചെറിയൊരു അസൂയയുടെ അല്ലെങ്കിൽ ഒരു കുശിമ്പിന്റെ അല്ലെങ്കിൽ ഒരു മറ്റുള്ളവർക്ക് തോന്നിയ ഒരു അസൂയയിൽ നിന്ന് അയാൾ മോശമായിട്ടാണോ, ആ രാജാവ് മോശമായിട്ടാണോ ചവിട്ടി താഴ്ത്തിയത്? അല്ല, നമുക്കിവിടെ ഇങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം ഒരുപോലെ ആയിരുന്നു. എല്ലാവർക്കും സുഖമായിരുന്നു, എല്ലാവർക്കും സന്തോഷമായിരുന്നു, എല്ലാവരും ഒരു വളരെ രസകരമായിട്ട് ജീവിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു രാജാവിനെ നമുക്ക് ചവിട്ടി താഴ്ത്തി. ബാല്യത്തിൻ നിറമാർന്നോരോർമ്മ, അത്തം തുടങ്ങുമ്പോൾ മുറ്റത്തുമെഴുകുന്ന ചാണകമണമുള്ളൊരോർമ്മ, മുറ്റത്തുമെഴുകുന്ന ചാണകമണമുള്ളൊരോർമ്മ, മുറ്റത്തും തൊടിയിലും വിരിയുന്ന പൂക്കളാൽ കളമിട്ടു വിരിയുന്നൊരോർമ്മ, കളമിട്ടു വിരിയുന്നൊരോർമ്മ, പൂക്കളമുറ്റത്തു മഴയൊന്നു ചാറിയാൽ ഒഴുകിപ്പരക്കുന്നു പൂക്കളെല്ലാം, ഒഴുകിപ്പരക്കുന്നു പൂക്കളെല്ലാം, മഴ നൂലുമായ്ക്കുന്ന പൂവിതളൊക്കെയും പിന്നെയും ചേർക്കുവാൻ വെമ്പിടുന്നു, പൂവിതളൊക്കെയും പിന്നെയും ചേർക്കുവാൻ വെമ്പിടുന്നു. ആണ്ടിലൊരിക്കലാ
കിട്ടിയാൽ ഭാഗ്യമെന്നോതുന്ന വരുതിതൻ കാലമാണ് കാലം. ഭാഗ്യമെന്നോതുന്ന വരുതിതൻ കാലമാണ് കാലം. അമ്മതൻ അവിയലിൻ കൊതിയൂറും മണമായി, കൊതിയൂറും മണമായി, രുചിയായി നാവിൽ നിറയുന്ന ഓലനായി, ഓണത്തിൻ കാളനായി, പച്ചടി കിച്ചടി അച്ചാറിൻ ഗന്ധമായി, തീയലിൻ സ്വാദായി, പപ്പടാർഭാടമായി, പപ്പടാർഭാടമായി, നേന്ത്രക്കായതൻ ഉപ്പേരിയായി, മധുരമൂറുന്നോരിഞ്ചിയായി, എരിവായി, ചവർപ്പായി, പുളിയായി, ജീവിത രുചികളായി നിറയുന്നൊരോർമ്മയാണോണം. na